മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ ഡൗൺലോഡ് നൗ. നമസ്കാരം. ലോക ചാമ്പ്യനെ തകർത്ത് അമ്പെയ്ത്തിൽ ഇന്ത്യയുടെ അഭിമാനമായി അതാനു ദാസ്. മുൻ ലോക ചാമ്പ്യനും ഒളിമ്പിക്സ് ജേതാവുമായ ദക്ഷിണ കൊറിയയുടെ ജിൻ ഹൈക്കിനെ അട്ടിമറിച്ചാണ് ഇന്ത്യയുടെ അതാനു ദാസ് ഇന്ന് പ്രീ ക്വാർട്ടറിൽ കടന്നത്. 5 സെറ്റ് നീണ്ട പോരാട്ടം ഒപ്പത്തിനൊപ്പമായി. ഷൂട്ട് ഓഫിലൂടെ ജേതാവിനെ നിശ്ചയിക്കുന്ന സമയം. ആശങ്കയുടെയും ആകാംക്ഷയുടെയും ആ നിമിഷങ്ങൾക്കൊടുവിൽ അതാനു ദാസ് വിജയിച്ചു കയറി. കഴിഞ്ഞ കുറെ നാളുകളായി മോശം ഫോമിലായിരുന്നു അതാനു ദാസ്. ഇന്നത്തെ വീറുറ്റ ജയം തികഞ്ഞ ആത്മവിശ്വാസം നൽകിയിരിക്കുന്നു അതാനുവിന്. ഒപ്പം രാജ്യത്തിന്റെ പ്രതീക്ഷകൾ ഉയർത്തിക്കൊണ്ട് ബാഡ്മിന്റണിൽ PV സിന്ധുവും ബോക്സിംഗിൽ സതീഷ് കുമാറും മുന്നേറുന്നു. ഇടിക്കൂട്ടിൽ പൊരുതി തോറ്റ മേരി കോം ഇന്ന് ടോക്കിയോയിൽ നമ്മുടെ ഒരു സങ്കടക്കാഴ്ചയായി. ഇന്നത്തെ ഒളിമ്പിക്സിലെ പ്രധാന വിശേഷങ്ങൾ ഇതൊക്കെയാണ്. കായിക ലോകത്ത് നിന്ന് നമ്മൾ വാർത്തകളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വന്നാൽ മറ്റനവധി വാർത്തകൾ. കഴിഞ്ഞ ദിവസം വന്ന കയ്യാങ്കളി കേസിലെ ഇന്നലത്തെ സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ നിയമസഭയിൽ അത് വരുന്നു. നിയമസഭയ്ക്ക് പുറത്തും വലിയ പ്രതിഷേധം വരുന്നു. ഏതായാലും മുഖ്യമന്ത്രി രാജി ആവശ്യം തള്ളിയിരിക്കുകയാണ്. കുറ്റക്കാരാരാണെന്ന് കോടതി പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. അത് സഭയിൽ കൂടുതൽ ബഹളത്തിലേക്ക് കൊണ്ടുപോയി. സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ഇരമ്പുന്നു. ജലപീരങ്കി ഉപയോഗിച്ച് ആ പ്രതിഷേധത്തെ പോലീസ് പ്രതിരോധിക്കുന്നു. അതൊക്കെ ഇന്നത്തെ വാർത്താ പകലിൽ കണ്ട കാഴ്ചകൾ. മുട്ടിൽ മരമുറിക്കൽ കേസ് പ്രതികൾ കോടതിയിലെത്തിയപ്പോൾ ചില നാടകീയ സംഭവങ്ങളും അരങ്ങേറി. അങ്ങനെ നിരവധി വാർത്തകളാൽ സമ്പന്നമായിരുന്നു ഇന്നത്തെ വാർത്താ ദിനം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ ഇനി പരിശോധിക്കും. അടുത്ത 1 മണിക്കൂറിൽ വാർത്താധിഷ്ഠിതമായി നമ്മൾ പോകുന്നു. അതോടൊപ്പം രസകരമായ കാഴ്ചകൾ, വിശേഷങ്ങൾ, പതിവ് പങ്ക്തികൾ എല്ലാം ചേർന്ന ന്യൂസ് നൈറ്റിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ട ഒരു വാർത്താ പകൽ നമ്മൾ എടുത്തു നോക്കിയാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നിന്നത്, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സമയം ചർച്ച ചെയ്യപ്പെട്ടത് നിയമസഭാ കയ്യാങ്കളി കേസിലെ സംഭവങ്ങളാണ്. നമുക്കും അപ്പോൾ അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം തലക്കെട്ട്. നിയമസഭാ കയ്യാങ്കളി കേസിൽ മന്ത്രി V ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. പിക്ചേഴ്സ് ചാനലിൽ പ്രദർശിപ്പിക്കാമെങ്കിൽ കുട്ടികൾക്കൊന്ന് കാണാം. ശിവൻകുട്ടി മാമൻ വരുന്നു, ശിവൻകുട്ടി മാമൻ വരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടൊരു മാതൃക വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് കോരിത്തരിക്കും. കേസ് പിൻവലിക്കാൻ അപേക്ഷ നൽകിയത് സഭയുടെ പ്രിവിലേജ് നിലനിർത്താനെന്ന് മുഖ്യമന്ത്രി. സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സഭയിൽ തീരണം. അതിനെ പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് സഭയുടെ പരമാധികാരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവണതകളെയാവും ശക്തിപ്പെടുത്തുക. പരാതി പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ടായെന്ന് മുൻ നിയമസഭാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. തികച്ചും രാഷ്ട്രീയമാണല്ലോ, രാഷ്ട്രീയക്കാരാണല്ലോ നിയമസഭയിൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൺ ദ കോഴ്സ് ഉണ്ടാവും. പക്ഷേ അത് ഞാനല്ല ചെയ്യേണ്ടതെന്ന് എന്നോട് ഇതൊരു പിൻവലിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു ആലോചനയൊക്കെ ആ സമയത്തൊക്കെ ഇവരുടെ ആ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണമെന്നൊക്കെ പറയുകയും. പ്രതികൾക്കെതിരെ മൊഴി നൽകുമെന്നും PD ശാരംഗധരൻ. നിയമസഭാ കയ്യാങ്കളി കേസിൽ വിചാരണ നേരിടാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം വിധി വന്നപ്പോൾ തന്നെ ഉയർത്തിയതാണ്. ഇന്നത് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ സഭാതലത്തിലുമെത്തി. മന്ത്രിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്യുകയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ. രാജി ആവശ്യം തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രി കോടതി വിധിയിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. ഇന്ന് സഭയിൽ നടന്ന വാഗ്വാദങ്ങൾ, ആരോപണങ്ങൾ, ബഹളം, അത് എന്തൊക്കെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. B ദിലീപ് കുമാർ തിരുവനന്തപുരത്ത് നിന്നും ന്യൂസ് നൈറ്റിനൊപ്പം എത്തുകയാണ് വിവരങ്ങളുമായി. ഗുഡ് ഈവനിംഗ് ദിലീപ് കുമാർ. രാവിലെ നിയമസഭയിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധ കാഴ്ചയായിരുന്നു. സഭയ്ക്ക് പുറത്തേക്ക് വന്നപ്പോൾ അവിടെയും ബഹളമായിരുന്നു. സഭയ്ക്കകത്ത് നടന്നത് എന്തല്ല? സുജയ, വെരി ഗുഡ് ഈവനിംഗ്. നിയമസഭാ കയ്യാങ്കളി കേസിലെ സുപ്രീം കോടതി വിധിയുടെ പിറ്റേ ദിവസം പ്രതിപക്ഷം ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ ഉറച്ചു തന്നെയാണ് എത്തിയത്. അനാരോഗ്യം മൂലം മന്ത്രി V ശിവൻകുട്ടി സഭയിലെത്തിയിരുന്നുമില്ല. V ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കോൺഗ്രസിലെ PT തോമസ്. ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മാതൃക പുരുഷനാകാൻ കഴിയുമോ? സർ, ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് കേരളത്തിലെ 10,000-കണക്കിന് അധ്യാപകരുടെ നേതൃത്വം കൊടുക്കാൻ കഴിയുമോ? V ശിവൻകുട്ടി രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം മുഖ്യമന്ത്രി തള്ളി. സഭയുടെ പ്രിവിലേജ് നിലനിർത്താനാണ് സർക്കാർ ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രി. സർ, ഒരു കുറ്റത്തിന് 2 ശിക്ഷ എന്നത് നമ്മുടെ നിയമസങ്കല്പത്തിൻ്റെ അടിസ്ഥാന
നിയമതത്വങ്ങൾക്ക് തന്നെ എതിരാണ്. സഭയിൽ നിന്ന് ബന്ധപ്പെട്ട അംഗങ്ങളെ അന്നത്തെ സ്പീക്കർ സസ്പെൻഡ് ചെയ്ത കാര്യം നാം ഓർക്കേണ്ടതാണ്. സുപ്രീം കോടതി തള്ളിയ കേസിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചതിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ ഖജനാവിൽ നിന്ന് പണമെടുത്തു ചെലവാക്കുന്നത് കാണുമ്പോൾ MLA-മാർക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ജനം ചോദിക്കുന്ന സ്ഥിതിയാകുമെന്നും VD സതീശൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നത് സുപ്രീം കോടതിയുടെ വിധിയുടെ സ്പിരിറ്റിനെതിരായിട്ടാണ്. നീതിന്യായ വ്യവസ്ഥയിലുള്ള ആളുകളുടെ വിശ്വാസം അത് നഷ്ടപ്പെടും. MLA-മാർക്ക് എന്താ കൊമ്പുണ്ടോ? MLA-മാർക്ക് എന്താ കൊമ്പുണ്ടോ? ജനങ്ങൾ ചോദിക്കില്ലേ? നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത? ഒരു പ്രത്യേകതയുമില്ല. 15ാം കേരള നിയമസഭയുടെ അല്ലെങ്കിൽ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ ആദ്യ പ്രതിപക്ഷ ബഹിഷ്കരണത്തിനാണ് ഇന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. ഇതിലൂടെ മന്ത്രി V. ശിവൻകുട്ടിക്കെതിരായ പോരാട്ടത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന സൂചനയാണ് പ്രതിപക്ഷം നൽകിയതും. സുജയ, തീർച്ചയായും ബി ദിലീപ് കുമാർ നൽകിയതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ അടുത്ത ദിവസവും ആവർത്തിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. നിയമസഭയ്ക്ക് പുറത്ത് എന്താണ് നടന്നതെന്ന് കൂടി നോക്കാം. നിയമസഭാ കയ്യാങ്കളി കേസിൽ മന്ത്രി V. ശിവൻകുട്ടി രാജിവെച്ച് വിചാരണ നേരിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ യുവജന സംഘടനകളെല്ലാം ഇരമ്പിയെത്തിയത്. നിയമസഭയ്ക്ക് മുന്നിലായിരുന്നു KSUവിന്റെ പ്രതിഷേധം. ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുന്നു, പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ABVP നടത്തിയ മാർച്ചിനിടയിലും സംഘർഷമുണ്ടായി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും തിരിച്ചു പോകാൻ പ്രവർത്തകർ തയ്യാറായില്ല. തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധം വരും ദിവസങ്ങളിലും ശക്തമാക്കാനാണ് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ തീരുമാനം. പ്രതിഷേധം ഇങ്ങനെ നടക്കുന്നു. നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവിടെ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്ന ഒരു വ്യക്തിയിലേക്ക് ആണ് നമ്മൾ ഇനി പോകുന്നത്. നിയമസഭയിൽ മന്ത്രി V. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ നടത്തിയ അക്രമത്തിന് താൻ ദൃക്സാക്ഷിയാണെന്ന് മുൻ നിയമസഭാ സെക്രട്ടറി PD ശാരംഗധരൻ. നിയമസഭകളിൽ നടന്നത് ക്രിമിനൽ നടപടിയാണ്. വിചാരണ ഘട്ടത്തിൽ കോടതിയിലെത്തി മൊഴി നൽകും. കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമങ്ങളുണ്ടായെന്നും താൻ വഴങ്ങിയില്ലെന്നും PD ശാരംഗധരൻ 24-നോട് വെളിപ്പെടുത്തുന്നു. സുപ്രീം കോടതി വിധിക്ക് ശേഷം ഇതാദ്യമായാണ് പരാതിക്കാരനായ അന്നത്തെ നിയമസഭാ സെക്രട്ടറി PD ശാരംഗധരൻ പ്രതികരിക്കുന്നത്. നിയമസഭയിൽ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ നടത്തിയ അക്രമത്തിന് താൻ ദൃക്സാക്ഷിയാണ്. ശിവൻകുട്ടി സ്പീക്കറുടെ ഡയസിലിരുന്ന എമർജൻസി ലാമ്പ് എടുത്ത് താഴേക്കെറിയാൻ ശ്രമിച്ചു. സഭയ്ക്കുള്ളിൽ നടന്നത് ക്രിമിനൽ പ്രവൃത്തിയാണ്. കംപ്ലൈനന്റ് എൻ്റെ കടമയാണ്. കോടതി വിളിച്ചാൽ കോടതിയുടെ ഉത്തരവ് അനുസരിക്കുക എന്നുള്ളത് എൻ്റെ കടമ. അവിടെ അന്നൊരു ഒരു ബഹളമായിരുന്നു. പക്ഷേ ഈ ഡിസ്ട്രക്ഷനൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അതേസമയം സംഭവം ഒത്തുതീർക്കാൻ ശ്രമങ്ങളുണ്ടായതായും എന്നാൽ താൻ വഴങ്ങിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തികച്ചും രാഷ്ട്രീയമാണല്ലോ, രാഷ്ട്രീയക്കാരാണല്ലോ നിയമസഭയിൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൺ ദ കോഴ്സ് ഉണ്ടാവും. പക്ഷേ ഞാനല്ല ചെയ്യേണ്ടതെന്ന് എന്നോട് ഞാൻ പറഞ്ഞു. ഇതൊരു പിൻവലിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു ആലോചനയൊക്കെ ആ സമയത്തൊക്കെ ഇവരുടെ ആ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണമെന്നൊക്കെ പറയുകയും. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഇപ്പോൾ കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി ന്യൂസ് നൈറ്റ് കടക്കുന്നത്. ഇന്ധന വില വർധനയിൽ കേന്ദ്ര സർക്കാരിനോടും GST കൌൺസിലിനോടും വിശദീകരണം തേടി ഹൈക്കോടതി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാൻ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി. 3 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. കേരള കാത്തലിക് ഫെഡറേഷനാണ് ഹർജി നൽകിയത്. കൊച്ചിയിൽ നിന്ന് S. ശ്രീകാന്ത് ചേരുന്നു ന്യൂസ് നൈറ്റിനൊപ്പം. S. ശ്രീകാന്ത്, ഇന്ധനവിലയിൽ പെട്രോളിന്റെ വില സെഞ്ചുറി അടിച്ച് മുന്നോട്ട് കുതിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ളത് ഏറെ നിർണായക. എന്തൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടികൾ? സുജയ, ഇന്ധനവില വർധനവിനെതിരെ കേരള കാത്തലിക് ഫെഡറേഷൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ഈ വില വർധനയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോടും GST കൌൺസിലിനോടും
കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനും GST കൗൺസിലിനും ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. അതൊരു സാങ്കേതിക നടപടിക്രമമാണ്. അതിൽ കൃത്യമായ വിശദീകരണം നൽകാൻ 3 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാൻ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നടപടി ഉണ്ടായതും. എന്തായാലും 3 ആഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും GST കൗൺസിലും വിശദീകരണം നൽകും. അതിനുശേഷം കോടതിയിൽ തുടർ നടപടികൾ ഉണ്ടാകും. ഓക്കെ, വ്യക്തമാണ്. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. പ്രാഥമികമായ നടപടിക്രമങ്ങളിലേക്കാണ് ഇന്ധനവില വർധനയിൽ ഹൈക്കോടതി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. നമുക്ക് ഇനി പോകേണ്ടത് നമ്മുടെയൊക്കെ ചുറ്റും ആശങ്ക പരത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു വില്ലനുണ്ട്, കോവിഡ് വ്യാപനത്തിൽ എന്താണ് ഇന്ന് സംസ്ഥാനത്തെ സാഹചര്യം? ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇടപെടാൻ തുടങ്ങുന്നുവെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതാണ്. അത് ഏത് തരത്തിലായിരിക്കും നോക്കാം. ആദ്യം തലക്കെട്ട്. കോവിഡ് വ്യാപനത്തിൽ വരുന്ന 3 ആഴ്ച അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറയ്ക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കും. സംസ്ഥാനത്ത് ഇന്ന് 22,064 പുതിയ രോഗികളും 128 മരണവും. ടെസ്റ്റ് പോസിറ്റിവിറ്റി 13.53%. കോവിഡ് പ്രതിരോധത്തിൽ ശാസ്ത്രീയ മാർഗങ്ങൾ തേടുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വിമർശനം. കേന്ദ്ര സംഘം വീണ്ടും കേരളത്തിലേക്ക്. കേരളത്തിലെ കോവിഡ് വ്യാപനം അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും വരികയാണ്. NCDC ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ വിദഗ്ധ സംഘത്തെ കേരളത്തിലേക്ക് അയക്കും. കൂട്ടം ചേരലുകൾ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കേരളം കൃത്യമായി പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ വീണ്ടും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രോഗവ്യാപനത്തിന് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ഇന്ന് രംഗത്ത് വന്നു. അതേസമയം രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം വീണ്ടും 4 ലക്ഷത്തിന് മുകളിലെത്തി. രാജ്യത്ത് പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവ് കേസുകളുടെ 50%-ലധികം തുടർച്ചയായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇടപെടൽ. രോഗവ്യാപനം പിടിച്ചു നിർത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ വിദഗ്ധ സംഘത്തെ കേരളത്തിലേക്ക് അയക്കുന്നത്. കൂട്ടം ചേരലുകൾ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കേരളം കൃത്യമായി പാലിക്കണമെന്ന് ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും കേരളത്തിനയച്ച കത്തിൽ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ ശാസ്ത്രീയ തത്വങ്ങൾ പാലിക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി. പെരുന്നാൾ സമയത്തെ ഇളവുകൾ അശാസ്ത്രീയമായിരുന്നുവെന്നും ആരോപിച്ചു. അതേസമയം രാജ്യത്ത് ആകെ ചികിത്സയുള്ളവരുടെ എണ്ണം 4,03,840 24 മണിക്കൂറിനിടെ 640 പേർ മരിച്ചു. MP പ്രദീപ് കുമാർ, 24 ഡൽഹി. എന്താണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളതെന്നാണ് ന്യൂസ് നൈറ്റ് ഇനി പരിശോധിക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴുള്ളത് 2ാം തരംഗത്തിന്റെ തുടർച്ചയെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഡെൽറ്റ വൈറസ് ആയതിനാലാണ് കൂടുതൽ വ്യാപനമുണ്ടായത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കാൻ വകുപ്പുകളുടെ ഏകോപനം അത് കൂടുതലായി ഉണ്ടാകും. അടുത്ത 3 ആഴ്ച കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പും മന്ത്രി നൽകുന്നുണ്ട്. സാമൂഹ്യ ഇടപെടലുകൾ പരമാവധി ഒഴിവാക്കണം. ആരോഗ്യവകുപ്പ് വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇവിടെ സന്ദർശിച്ച കേന്ദ്ര സംഘവും നമ്മുടെ TPR റേറ്റിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ കേസസിൻ്റെ കാര്യത്തിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫേസിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രതീക്ഷിക്കപ്പെട്ട കാര്യമാണ്. 2-3 ആഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ജാഗ്രതയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ആരോഗ്യ വകുപ്പ് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. ആരോഗ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇത് 3ാം ദിവസമാണ് 20,000-ന് മുകളിൽ പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം നമ്മൾ കാണുന്നത്. 22,064 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കാര്യമായി കൂടി 13.53. 5 ജില്ലകളിൽ 2,000-ന് മുകളിലാണ് കേസുകളുടെ എണ്ണം. മലപ്പുറത്ത് 3,679 രോഗബാധിതർ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 128 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. രോഗവ്യാപനത്തിന്റെ തോതളക്കാൻ പോവുകയാണ് ന്യൂസ് നൈറ്റ് ഇനി. കേരളത്തിന്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എങ്ങനെയായിരുന്നു? കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ കേസുകൾ എങ്ങനെയായിരുന്നു? അത് രണ്ടുമാണിപ്പോൾ ഈ ഒരു കോവിഡ് ഗ്രാഫിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. നമ്മൾ ആദ്യം പോകുന്നത് കേസുകളുടെ എണ്ണത്തിലേക്കാണ്. എങ്ങനെയായിരുന്നു കേസുകളുടെ എണ്ണം? ജൂലൈ 23 മുതലുള്ള കണക്കുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. 23 മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ 23-ാം തീയതി 17,518 ആയിരുന്നു കേസുകളുടെ എണ്ണം. തൊട്ടടുത്ത ദിവസം അത് ഉയരുന്നു, 18,531 എത്തുന്നു. ജൂലൈ 25 ആകുമ്പോൾ 17,466 താഴുന്നു. അതിനടുത്ത ദിവസം വീണ്ടും താഴുന്നു 11,586. അതിൽ നിന്ന് ഒരു കുതിച്ചുചാട്ടമാണ്
അടുത്ത 3 ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ ആശങ്കയും അതിനൊപ്പം തന്നെ മുകളിലേക്ക് ഉയർന്നു. ഇന്നാകുമ്പോൾ 22,064 കേസുകൾ എന്ന ഉയരത്തിൽ നിൽക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് കണക്ക്. TPR അത് നൽകുന്ന ആശങ്ക ഒട്ടും ചെറുതല്ല. നമ്മൾ TPR കണക്കുകളിലേക്ക് കൂടി പോവുകയാണ്. ഒരാഴ്ചത്തെ TPR നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ആഴ്ചയിലെ ആദ്യ ദിനത്തിലും ഇന്നത്തെ ദിനത്തിലും 13 മുകളിൽ നിൽക്കുന്നു കോവിഡ് കേസുകളുടെ TPR എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ജൂലൈ 23-ന് 13.63 ആയിരുന്നു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കെങ്കിൽ തൊട്ടടുത്ത ദിവസം അത് 11-ലേക്ക് താഴുന്നു. പിന്നീട് വീണ്ടും 12-ലേക്ക്, 10-ലേക്ക്, വീണ്ടും 12-ലേക്ക്, അങ്ങനെ കയറിയും ഇറങ്ങിയുമുള്ള ഒരു സിക്സാക് മോഡൽ TPR നിരക്കാണ് ഇക്കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടതെങ്കിൽ ഇന്നത്തെ ദിവസം അത് ഉയർന്ന് 13.53-ലേക്ക് എത്തി നിൽക്കുന്നു. ആദ്യ ദിനത്തിലേതിനേക്കാൾ 0.01 കുറവാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ കാര്യം അങ്ങനെയല്ല. ആശങ്കയുടെ തോത് കൂട്ടുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ TPR ഉയർന്നു നിൽക്കുന്നത്. 13.53% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇതാണ് നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിന്റെ ഒരു ആകെത്തുക. ഒരാഴ്ചത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ സ്ഥിതിയിൽ മാറ്റമില്ല എന്ന് മാത്രമല്ല, കോവിഡ് വ്യാപനം കൂടി വരികയുമാണ്. നമ്മൾ ഇനി പോകുന്നത് ഈ ഒരു കോവിഡ് കാലത്ത് എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ്. അത്തരം ഒരുപാട് കഥകൾ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നു. ആത്മഹത്യകൾ പെരുകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു അന്വേഷണ പരമ്പരയിലേക്ക് കടക്കാൻ 24 തീരുമാനിച്ചത്. ആ അന്വേഷണ പരമ്പരയിലേക്ക് കടക്കുന്നതിന് മുൻപ് തലക്കെട്ട്. ലോക്ഡൌണിൽ നട്ടം തിരിഞ്ഞ് ജനജീവിതം. സാമ്പത്തിക പ്രതിസന്ധി മൂലം കഴിഞ്ഞ 38 ദിവസത്തിനിടെ ആത്മഹത്യ ചെയ്തത് 15 പേർ. സംസ്ഥാനത്ത് അടച്ചുപൂട്ടിയത് 20,000 വ്യാപാര സ്ഥാപനങ്ങൾ. 80,000 പേർക്ക് തൊഴിൽ നഷ്ടം. ജപ്തി നടപടി നേരിട്ടത് 45,000 വ്യാപാരികൾ. 24 വാർത്താ പരമ്പര. പൂട്ടിപ്പോയ ജീവിതങ്ങൾ. വ്യാപാരികളുടെ പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കോവിഡിൽ ഏറ്റവും കൂടുതൽ ദുരിതവും ഏറ്റുവാങ്ങേണ്ടി വന്നത് വ്യാപാര മേഖലയാണ്. ചെറുതും വലുതുമായ കടയുടമകളുടെയും തൊഴിലാളികളുടെയും ജീവിതം അക്ഷരാർത്ഥത്തിൽ അടച്ചുപൂട്ടലിലായി. 20,000-ലേറെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. 45,000-ഓളം വ്യാപാരികൾ ജപ്തി നടപടി നേരിടുകയാണെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കണക്ക്. ഇത് അടച്ചുപൂട്ടലിന്റെ ആദ്യ ദിന കാഴ്ചകൾ. മാസങ്ങൾക്കു ശേഷം തുറന്ന് എല്ലാം ഒന്ന് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴേക്കുമാണ് രണ്ടാം കോവിഡ് തരംഗമെത്തിയത്. രണ്ടാം ലോക്ക്ഡൌണുമായി കൊച്ചു പെട്ടിക്കടകൾ മുതൽ വലിയ കച്ചവടക്കാർ വരെയുള്ള വ്യാപാരി സമൂഹം ഒന്നടങ്കം പ്രതിസന്ധിയിലാണ്. തിരിച്ചടവിന് വകയില്ല. പുതിയ ലോണുകൾ കിട്ടാനില്ല. വാടക കൊടുത്തു തീർക്കാൻ വഴിയില്ല. തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ എന്തു ചെയ്യും? ഈ മഹാമാരിക്കാലത്ത് 20,000-ലേറെ വ്യാപാര സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടിയത്. 45,000 സ്ഥാപനങ്ങൾ ജപ്തി ഭീഷണിക്ക് മുൻപിലാണ്. വ്യാപാരി സംഘടനകളിൽ അംഗങ്ങളായ 11 പേർ ഇതിനകം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. കച്ചവടം തീരെ കുറഞ്ഞതും കട തുറക്കാതെ വാടക മുഴുവൻ നൽകേണ്ടി വരുന്നതുമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ പോലും വാടക കണക്ക് പറഞ്ഞു വാങ്ങിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ വേണമെന്നതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെടുന്നത്. അമിതമായി പലിശയും പൈതൽ പലിശയും കൂടുമ്പോൾ 5,000 വാങ്ങിയവന് 10,000 രൂപ എടുക്കേണ്ടി വരും. അങ്ങനെ വരുന്നതുകൊണ്ട് കടക്കാൻ കഴിയാത്ത അവസ്ഥയായി. പിന്നെ അത് എടുക്കാൻ കഴിയാതെ ആയി. അങ്ങനെയാണ് ഈ പലിശ ഉണ്ടാകുന്നത്. കോവിഡ് വാക്സിനാണ് മറ്റൊരു പ്രശ്നം. വാക്സിൻ കിട്ടാനില്ലെങ്കിലും വാക്സിൻ അടിക്കാത്ത ഒരു തൊഴിലാളി കടയിലുണ്ടായാൽ പിഴ ഈടാക്കും. വ്യാപാരികൾ നേരിടുന്ന പുതിയ പ്രതിസന്ധി ഇതാണ്. ഏതായാലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായ വ്യാപാര മേഖലയുടെ പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ചേ മതിയാകൂ. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ അനിവാര്യമാണ്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. നമ്മളിനി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. അഖിലേന്ത്യാ മെഡിക്കൽ ദന്തൽ പ്രവേശനത്തിൽ ഒരു മാറ്റത്തിലേക്ക് കടക്കുകയാണ്. ചരിത്രപരമായ തീരുമാനമെന്നാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത്. ആദ്യം നമുക്ക് തലക്കെട്ട് നോക്കാം. അഖിലേന്ത്യാ മെഡിക്കൽ ഡെന്റൽ പ്രവേശനത്തിന് ഭരണഘടനാ ഭേദഗതി പ്രകാരമുള്ള സംവരണം നടപ്പാക്കി കേന്ദ്ര സർക്കാർ. OBC-ക്ക് 27%, മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം. 5,500-ലേറെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരം. കേന്ദ്രം നടപ്പാക്കുന്നത് 93-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമുള്ള ശുപാർശ.
OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 27%, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10%. ഇങ്ങനെയാണ് സംവരണം നടപ്പാക്കാൻ പോകുന്നത്. 2005-ലെ 93-ാം ഭരണഘടനാ നിർദ്ദേശം വൈകി യാഥാർത്ഥ്യമാകുന്നു എന്ന് വേണം പറയാൻ. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുന്നു ന്യൂസ് നൈറ്റിനൊപ്പം. ഗുഡ് ഈവനിംഗ് RK. ചരിത്രപരമായ തീരുമാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഏതായാലും ഈ ഒരു തീരുമാനം വൈകിയാണെങ്കിലും എത്തിക്കഴിഞ്ഞു. അതിലെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2005-ലാണ് ഈ 93-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത്. ഈ ഭരണഘടനാ ഭേദഗതിയുടെ താല്പര്യം രാജ്യത്തെ ഈ ദേശീയ തലത്തിലുള്ള മെഡിക്കൽ പ്രവേശന പരീക്ഷകൾക്കും സംവരണം ലഭ്യമാക്കുക എന്നതായിരുന്നു. പിന്നാക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് അവസര സമത്വം ഉറപ്പാക്കുകയായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികളെ സംബന്ധിച്ചും ഈ ഭേദഗതി ഗുണകരമായി മാറുമായിരുന്നു. പക്ഷേ 2007-ൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിൽ എത്തുകയും 2007-ൽ അതിന്റെ വിധി വരികയും ചെയ്തു. ഈ ഭരണഘടനാ ഭേദഗതിയെ ശരിവെച്ചുകൊണ്ടാണ് 5-അംഗ ഭരണഘടനാ ബെഞ്ച് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ അന്നത്തെ ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ശരിവെക്കുകയും ചെയ്തത്. പക്ഷെ തുടർന്ന് സർക്കാർ ഇക്കാര്യത്തിൽ നടപടികളൊന്നും സ്വീകരിച്ചില്ല. ഈ ഒരു ഘട്ടത്തിലാണ് മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തുന്നത്. ആ ഹർജിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് സലോനി കുമാരി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന ഒരു കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. ആ കേസ് തീർപ്പാകും വരെ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നതാണ്. തുടർന്ന് മദ്രാസ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിച്ചു. തുടർന്നാണ് കേന്ദ്ര സർക്കാർ തങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കാം എന്നുള്ള സത്യവാങ്മൂലം സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിങ്കളാഴ്ചയാണ് ഈ സത്യവാങ്മൂലം സമർപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഡിഗ്രി തലത്തിലും PG തലത്തിലും ഈ വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അവസരം ലഭിക്കും എന്നുള്ളതാണ്. ഏതാണ്ട് 5500-ഓളം പേർക്ക് ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഗുണം ലഭിക്കുന്ന വിധത്തിലേക്കാകും കാര്യങ്ങൾ എത്തുന്നത്. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് RK. ആർ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ വൈകി എത്തിയ ഒരു ഉത്തരവാണെങ്കിൽ പോലും അതിന്റെ പ്രയോജനം കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ സവിശേഷത. നമ്മൾ ഇനി ന്യൂസ് നൈറ്റിന്റെ പങ്ക്തിയിലേക്ക് കടക്കുകയാണ്. കൗതുക വാർത്തകളുമായി ആകാശവാണിയിൽ വാർത്താ പ്രക്ഷേപകനായിരുന്ന രാമചന്ദ്രന്റെ ശബ്ദത്തിൽ ഒരു വിശേഷ കഥ പ്രേക്ഷകരിലേക്ക്. കൗതുക വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. അച്ഛൻ മകനൊരു സമ്മാനം നൽകുമ്പോൾ അത് പലതുമാകാം. മുതിർന്ന കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഫോൺ നൽകും, ചിലപ്പോൾ ബൈക്ക് നൽകും, അങ്ങനെ എന്തുമാകാം. ഇവിടെ ഒരു അച്ഛൻ മകന്റെ എക്കാലത്തെയും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വിലമതിക്കാനാകാത്ത സമ്മാനമാകും അത്. എഴുന്നേറ്റ് നടക്കാനാകാത്ത മകന് ആ അച്ഛൻ നൽകിയ സമ്മാനത്തിലേക്ക്. ഫ്രാൻസിലെ റോബോട്ടിക് എഞ്ചിനീയർ ജീൻ ലൂയിസും മകൻ ഓസ്കാറും. മകന് 16 വയസ്സുണ്ട്. ഇത്രയും കാലം വീൽ ചെയറിലായിരുന്നു. ഇനി അവൻ നടക്കും, ഈ റോബോട്ടിക് സൂട്ട് അണിഞ്ഞ്. എഴുന്നേറ്റ് നടക്കാനാവാത്ത മകന് അച്ഛൻ്റെ സ്നേഹ സമ്മാനമാണിത്. സൂട്ടണിഞ്ഞ് ആദ്യമായി നടന്നപ്പോൾ ഇരുവരുടെയും സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. ജീൻ ലൂയിസ് നൽകുന്ന കമ്പനിയാണ് ഇങ്ങനെ ഒരു വസ്ത്രം തയ്യാറാക്കിയത്. ഓസ്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് റോബോട്ടിക് സൂട്ട് പ്രവർത്തിക്കും. എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേൽക്കും, നടക്കാൻ പറഞ്ഞാലോ നടക്കും. താനിപ്പോൾ സ്വതന്ത്രനായി എന്നാണ് ഓസ്കാറിൻ്റെ പ്രതികരണം. നടക്കാനാവാത്ത ഒരുപാട് കുട്ടികളുടെ സ്വപ്നമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായതെന്ന് ജീൻ ലൂയിസ് പറഞ്ഞു. Nous sommes 3 fondateurs. Nous avons fondé Wondercraft en 2012 et 2 des fondateurs, dont moi-même, ont des membres très proches de notre famille. $1.5 ലക്ഷം റോബോട്ടിക് സൂട്ട് നിർമ്മിക്കാൻ ചെലവഴിച്ചത്. ഏകദേശം 1 കോടിയിലേറെ രൂപ. നിലവിലെ സാഹചര്യത്തിൽ സാധാരണക്കാരന് അപ്രാപ്യം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയാൽ
വില കുറയ്ക്കാനാവുമെന്ന പ്രതീക്ഷയും ജീൻ ലൂയിസ് പങ്കുവച്ചു. നമ്മളിനി പോകുന്നത് മുട്ടിൽ മരമുറിക്കൽ കേസിലേക്കാണ്. പ്രതികൾ കോടതിയിലെത്തിയപ്പോൾ ഇന്ന് അവിടെ നടന്നത് എന്താണ്? കേസുമായി ബന്ധപ്പെട്ട് നടന്ന ആ ഒരു നാടകീയമായ സംഭവങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് തലക്കെട്ട് നോക്കാം. മുട്ടിൽ മരമുറിക്കൽ കേസ് പ്രതികളും പോലീസുമായി കോടതിയിൽ വാക്കുതർക്കം. സംസ്കാര ചടങ്ങിൽ പോലീസ് പാടില്ലെന്ന് പ്രതികൾ, അംഗീകരിക്കാനാവില്ലെന്ന് കോടതി. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതികളെ മാനന്തവാടി ജയിലിലേക്ക് മാറ്റി. ഞങ്ങൾ ഫോണിൽ കണ്ടോണ്ടിരിക്കുക, ഞങ്ങളെ അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഞങ്ങളുടെ ഫോണിൽ കണ്ടോണ്ടിരിക്കുക. അപ്പോഴേ അറസ്റ്റ് കോടതി പറഞ്ഞു ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത്. മരം മുറിക്കാൻ അനുമതി നൽകുന്ന വിവാദ ഉത്തരവിൽ നിയമോപദേശം തേടിയിട്ടില്ലെന്ന് മന്ത്രി പി രാജീവ് നിയമസഭയിൽ. മുട്ടിൽ മരമുറിക്കൽ കേസിലെ മുഖ്യപ്രതികളെ റിമാൻഡിൽ വിട്ടു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അരങ്ങേറിയത് നാടകീയമായ രംഗങ്ങളായിരുന്നു. ബത്തേരി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് പ്രതികളെ കൊണ്ടുവന്നത്. അമ്മയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലീസ് സംരക്ഷണം പാടില്ലെന്ന പ്രതികളുടെ നിലപാട് കോടതിയിൽ വാക്കുതർക്കത്തിന് വഴിവെച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് അറസ്റ്റ് ചെയ്ത് ഇന്ന് രാവിലെ 10 മണിക്ക് ഇന്നത്തെ ഡേറ്റ് ഞങ്ങൾ ഫോണിൽ കണ്ടോണ്ടിരിക്കുക. ഞങ്ങളെ അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഞങ്ങളുടെ ഫോണിൽ കണ്ടോണ്ടിരിക്കുക. അപ്പോഴേ അറസ്റ്റ് കോടതി പറഞ്ഞു ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത്. മജിസ്ട്രേറ്റ് ഞങ്ങൾക്ക് പറയാൻ എഴുതിയെടുക്കാൻ പറഞ്ഞിട്ട് ഓൺ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞു വിടുക. ഇപ്പൊ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ ഞങ്ങളുടെ അമ്മ മരിച്ചു കിടന്നിട്ട് ഞങ്ങൾ 1 മണിക്കൂറേ ചോദിച്ചുള്ളൂ കാണാൻ വേണ്ടി. 1 മണിക്കൂർ ഞങ്ങൾ സറണ്ടർ ചെയ്യാൻ വേണ്ടി വന്നവരാ ഞങ്ങൾ. പ്രതികളുടെ വാചകങ്ങൾ, അവരുടെ വാദങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. എന്താണ് ഇന്ന് നടന്നതെന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ആനന്ദ് കുട്ടില വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം എത്തുകയാണ്. ആനന്ദ് കുട്ടില, പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവിടെ നിന്ന് റിമാൻഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവർ നടത്തിയ സംഭാഷണം നമ്മൾ കേട്ടുകഴിഞ്ഞു. എന്താണ് ഇന്ന് നടന്നത്? സുജയ, മുട്ടിൽ മരമുറി കേസിലെ മുഖ്യപ്രതികളായ റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ, ഇവരുടെ ഡ്രൈവർ വിനീഷ്, ഈ 4 പ്രതികളെ ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ബത്തേരിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. ബത്തേരി ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലാണ് പ്രതികളെ കോടതിയിൽ എത്തിച്ചത്. ആദ്യം 10 മണിയോടുകൂടി തന്നെ മജിസ്ട്രേറ്റ് കോടതിയിലെത്തി. തുടർന്ന് അങ്ങോട്ട് കോടതിക്കകത്ത് ഒരു നാടകീയമായ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത്. ഇന്നലെ ഉച്ചയോടുകൂടി കുറ്റിപ്പുറത്ത് വെച്ചാണ് ഇവരുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നതും കോടതിയിൽ ഇവരെ അറസ്റ്റ് ചെയ്തതായി അറിയിക്കുകയും ചെയ്തത്. അതിനുശേഷം നേരെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയി രാത്രിയോടുകൂടിയാണ് വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. പുലർച്ചയോടുകൂടി വയനാട്ടിലെത്തി. എന്നാൽ ഈ പ്രതികൾ കോടതിയിൽ ബത്തേരി കോടതിയിൽ നിന്ന് ഉന്നയിച്ചൊരു വാദം, അവരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല, ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അന്വേഷണ സംഘം ചെയ്തത്. ഒപ്പം തങ്ങളുടെ അമ്മയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലീസിന്റെ സംരക്ഷണം പാടില്ല എന്നും സംരക്ഷണത്തോടെ അല്ലാതെ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്നുള്ളൊരു വാദമായിരുന്നു പ്രതികൾ കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ ഇത് പോലീസും കോടതിയും നിഷേധിച്ചു. ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇത് തുടർന്ന വലിയൊരു വാക്ക് തർക്കത്തിലേക്ക് കോടതിക്കുള്ളിൽ ഈ പ്രതികൾ നിന്നു. അതിനുശേഷം പോലീസുമായി ഇത് സംസാരിച്ചു തീർക്കാനുള്ള ശ്രമത്തിനിടയിലും ഇവർ പോലീസിനോട് സഹകരിച്ചില്ല. പൂർണ്ണമായും ഇവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു. അതിനുശേഷം റിമാൻഡിലായ പ്രതികളെ നേരെ മാനന്തവാടി ജില്ലാ കോടതിയിലേക്കാണ് മാറ്റിയത്. 14 ദിവസത്തേക്കാണ് ബത്തേരി കോടതി ഇവരെ റിമാൻഡ് ചെയ്തത്. ഇത് നേരെ കോടതിയിലേക്ക് പോകുന്ന വഴിയിലും മാധ്യമങ്ങളോട് വാഹനത്തിനുള്ളിൽ വെച്ച് ഈ പ്രതികൾ വളരെ നാടകീയമായ പ്രതികരണങ്ങൾ നടത്തി. അതായത് തങ്ങളുടെ അമ്മയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലീസ് സമ്മതിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യവും ഇവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ പോലീസിന്റെ വാഹനത്തിൽ നിന്നുകൊണ്ട് കോടതിക്കുള്ളിൽ വെച്ച് പറയുകയുണ്ടായി. ഏതായാലും പ്രതികളെ 2 ദിവസത്തിനുള്ളിൽ തന്നെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ അന്വേഷണ സംഘം സമർപ്പിക്കും. ഒപ്പം ഇവരെ റിമാൻഡ് ചെയ്ത സാഹചര്യത്തിൽ ഇവരുടെ അമ്മയുടെ സംസ്കാര ചടങ്ങ് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ ജയിൽ സൂപ്രണ്ടിന്റെ അനുവാദത്തോടുകൂടി പോലീസ് സംരക്ഷണത്തിൽ ഈ വീട്ടിലേക്ക് എത്തിച്ച് സംസ്കാര ചടങ്ങുകൾക്ക് പ്രതികളെ കൊണ്ടുവരുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിനകത്തൊരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഏതായാലും നാളെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്ത് തെളിവെടുപ്പുകൾ പൂർത്തിയാക്കുക. ഒപ്പം അതേ സമയത്ത് തന്നെ വനം വകുപ്പും ഇവരുടെ വിവിധ കേസുകളിൽ അറസ്റ്റുകൾ രേഖപ്പെടുത്തുക. അതിനുശേഷം വനം വകുപ്പും കസ്റ്റഡിയിൽ അപേക്ഷ നൽകും. ഏതായാലും വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് ഈ പ്രതികളുടെ അറസ്റ്റോടുകൂടി, പ്രതികളുടെ റിമാൻഡോടുകൂടി ഈ മുട്ടിൽ മരമുറിക്കൽ കേസ് നീങ്ങുന്നത്. വ്യക്തമാണ്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് ആനന്ദ് കുട്ടില.
24 ഡിജിറ്റൽ പത്രവുമായി ഉന്മേഷ് ശിവരാമൻ ന്യൂസ് നൈറ്റിനൊപ്പം എത്തുകയാണ്. ഗുഡ് ഈവനിംഗ് ഉന്മേഷ് ശിവരാമൻ. ഇന്ന് ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു, പക്ഷേ പിടിതരാതെ കോവിഡ് ഇങ്ങനെ കുതിക്കുമ്പോൾ അത് തന്നെ ആയിരിക്കുമോ നാളെ പത്രങ്ങളിലൊക്കെ ആദ്യ പേജിൽ പ്രാധാന്യത്തോടെ ഇടം നേടുക? ഗുഡ് ഈവനിംഗ് സുജയ. കോവിഡ് കണക്കുകൾ ഉയരുന്നുണ്ട്. തുടർച്ചയായ 3-ാം ദിവസവും 22,000-ലേറെ പ്രതിദിന കോവിഡ് കണക്ക് എന്നതാണ് ഇന്നത്തെയും സാഹചര്യം. ഇന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അടുത്ത 3 ആഴ്ച നിർണായകം എന്നുള്ളത്. കോവിഡ് കണക്ക് ഇങ്ങനെ ഉയരുമ്പോൾ ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ മലയാള പത്രങ്ങൾ ഇത് ലീഡാക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ 1-ാം പേജിൽ ഇടം പിടിക്കുന്ന വാർത്തയായി ഇത് മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോവിഡ് വ്യാപനം 3 ആഴ്ച നിർണായകമെന്നാണ് വീണ ജോർജ് പറഞ്ഞത്. തുടർച്ചയായ 3-ാം ദിനവും 22,000 കടന്നിരിക്കുന്നു കേരളത്തിലെ പ്രതിദിന കോവിഡ് കണക്ക്. ഇന്നത്തെ ശ്രദ്ധേയമായ ഒരു കാര്യം ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. 13 പിന്നിട്ടിരിക്കുന്നു വീണ്ടും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഈ കോവിഡ് സാഹചര്യം നാളെ മലയാള പത്രങ്ങൾ വാർത്തയാക്കി മാറ്റും. ഒരുപക്ഷെ ലീഡാകാനുള്ള സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. സഹകരണ തട്ടിപ്പ് തടയാൻ നിയമനിർമ്മാണം വരാൻ പോകുന്നു. 2 മാസത്തിനകം കരട് നിയമത്തിനാണ് ശുപാർശ നൽകിയിരിക്കുന്നത്. ഒട്ടേറെ നിർദ്ദേശങ്ങളുണ്ട് സഹകരണ വകുപ്പിന്റേതായി. ഓഡിറ്റ് പൂർണ്ണ സ്വതന്ത്രമാക്കും എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സഹകരണ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, സഹകരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതൊരു 1-ാം പേജ് വാർത്തയായി മാറാനുള്ള സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. അഖിലേന്ത്യാ മെഡിക്കൽ ദന്തൽ പ്രവേശനത്തിന് സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സംവരണം വരാൻ പോകുന്നത്. 5000-ലേറെ വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതും 1-ാം പേജിലേക്ക് എത്താനുള്ള ഒരു വാർത്തയാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇന്നും നിയമസഭയിൽ വാക്പോരുണ്ടായി. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടായി. നിയമസഭയ്ക്ക് പുറത്തും പ്രതിഷേധങ്ങളുണ്ടായി, യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും എല്ലാം. ഏതായാലും ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടൊരു വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒളിമ്പിക് ഇടിക്കൂട്ടിൽ മേരി കോമിന്റെ പ്രകടനം വിലയിരുത്തിക്കൊണ്ടൊരു റിപ്പോർട്ടുണ്ടായിരിക്കും നാളെ മലയാള പത്രങ്ങളിൽ. പരാജയപ്പെട്ടു, ക്വാർട്ടർ കാണാതെ പുറത്തു പോയെങ്കിലും അത് പൊരുതി തോൽക്കുകയായിരുന്നു മേരി കോം. അത് സൂചിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് 1-ാം പേജിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് നാളെ മലയാള പത്രങ്ങളിൽ. ഇന്ധനവില വർധനയിൽ ഹൈക്കോടതി ഇടപെട്ടു എന്നൊരു വാർത്ത അല്പം മുൻപ് പുറത്തു വന്നിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോടും GST കൗൺസിലിനോടും ഹൈക്കോടതി വിശദീകരണം നൽകിയിട്ടുണ്ട്. കേരള കാത്തലിക് ഫെഡറേഷൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഈ ഇടപെടൽ. ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഭാഷ വിഭജനം ഇല്ലാതാക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്ന് വ്യക്തമാക്കിയ ദിവസമാണ്. വിദ്യാഭ്യാസ നയരൂപീകരണത്തിന്റെ 1-ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടിയിലായിരുന്നു പ്രധാനമന്ത്രി ഇന്ന് നിലപാട് വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മലയാള പത്രങ്ങൾ നാളെ വാർത്തയാക്കും. നഷ്ടത്തിലായ സർവീസുകൾ നിർത്താൻ KSRTC ഒരുങ്ങുന്നുവെന്നാണ് ആന്റണി രാജു ഗതാഗത മന്ത്രിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഇന്ന് വ്യക്തമായത്. അങ്ങനെയെങ്കിൽ നഷ്ടത്തിലായ സർവീസുകൾ KSRTC നിർത്തുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു തലക്കെട്ട് നാളെ മലയാള പത്രങ്ങൾ നൽകാനുള്ള സാധ്യതയുണ്ട്. പെഗസസ് ഫോൺ ചോർത്തലിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് 500-ലേറെ ആളുകൾ ഒപ്പിട്ട ഒരു കത്ത് ചീഫ് ജസ്റ്റിസിന് ലഭിച്ച ദിവസമാണ്. ഇതൊരു തലക്കെട്ടായി നാളെ പ്രതീക്ഷിക്കാം മലയാള പത്രങ്ങളിൽ. മുട്ടിൽ മരമുറിക്കൽ കേസിൽ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതൊരു വാർത്തയായി ഉണ്ടാകും. LGS റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുമെന്ന് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ആ വാർത്ത നാളെ മലയാള പത്രങ്ങൾ ഉണ്ടായിരിക്കും. ജാർഖണ്ഡിലെ ജഡ്ജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിലായിരിക്കുന്നു. ഈ കേസിൽ നേരിട്ട് തന്നെ ജാർഖണ്ഡ് ഹൈക്കോടതി ഇടപെട്ട ദിവസമാണ്. അത് ഒരു വാർത്തയായി മാറും നാളെ മലയാള പത്രങ്ങളിൽ. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ IB മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ RV ശ്രീകുമാറിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. തിങ്കളാഴ്ച വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. അതൊരു വാർത്തയായി നാളെ മലയാള പത്രങ്ങൾ ഉണ്ടായിരിക്കും. ഷാഫി പറമ്പലിനും VD സതീഷിനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി രൂക്ഷ വിമർശനം നേരിട്ടു എന്നൊരു വാർത്ത ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിരുന്നു. ഷാഫി സ്ഥാനമൊഴിയണമെന്ന തരത്തിൽ അവിടെ ചർച്ച നടന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. രാഷ്ട്രീയ വാർത്തകളുടെ കൂട്ടത്തിൽ ഇതും മലയാള പത്രങ്ങൾ നൽകും. സുജയ നാളെ. അഫ്ഗാൻ പ്രശ്നത്തിൽ ഇന്ത്യയും അമേരിക്കയും ഒരു പക്ഷത്ത്, ചൈനയും പാകിസ്ഥാനും മറുപക്ഷത്ത്. അങ്ങനെ ചേരി തിരിഞ്ഞു നിൽക്കുകയാണിപ്പോൾ. അമേരിക്കയെ വിമർശിച്ച് പാകിസ്ഥാനും ചൈനയും വരുന്നു. ഇരുവരും സുഹൃത്തുക്കളെന്ന താലിബാൻ ബലപ്രയോഗത്തിലൂടെ ഭരണം പിടിച്ചാൽ അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കില്ലെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. പ്രശസ്ത അഫ്ഗാൻ ഹാസ്യനടൻ നാസറിനെ താലിബാൻ വധിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ പ്രകോപനം ഒരു ഭാഗത്ത് തുടരുമ്പോൾ അഫ്ഗാൻ വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഗുഡ് ഈവനിംഗ് PP ജെയിംസ്. അഫ്ഗാൻ പ്രശ്നത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. ചേരി തിരിഞ്ഞുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്ന സാഹചര്യം, അതോടൊപ്പം താലിബാന്റെ പ്രകോപനം, ഒട്ടും സമാധാനത്തിലേക്ക് പോകുന്ന ഒരു സാധ്യതയേ ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗുഡ് ഈവനിംഗ് സുജയ. അഫ്ഗാൻ പ്രശ്നത്തിൽ ലോകരാഷ്ട്രങ്ങൾ ചേരി തിരിയുകയാണ്. പ്രത്യേകിച്ച് താലിബാന് പിന്തുണയാണ് പാകിസ്ഥാനും ചൈനയും കൊടുക്കുന്നതെന്നറിയാം. ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും പരസ്യമായി താലിബാനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നു. മറുപക്ഷത്ത് ഇന്ത്യയും അമേരിക്കയും അഫ്ഗാൻ സേനയെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്കാണ്
കാര്യങ്ങൾ വന്നിരിക്കുന്നത്. താലിബാനെതിരെ ഇന്ത്യ പറഞ്ഞിട്ടില്ല, പക്ഷേ താലിബാനെ പേരെടുത്ത് വിമർശിച്ചിരിക്കുന്നു അമേരിക്ക. ഈ തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയതിൻ്റെ അവസാനത്തിലാണ് ഈ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇതിനൊരു പ്രധാന കാരണമുണ്ടായിരിക്കുന്നത് താലിബാൻ തങ്ങളുടെ സുഹൃത്തുക്കളാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, അമേരിക്കയാണ് അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്നും തന്നെ താലിബാൻ ഖാൻ എന്ന് കുറ്റപ്പെടുത്തിയെന്നൊക്കെ തുറന്ന് ഇമ്രാൻഖാൻ അമേരിക്കയെ വിമർശിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, ചൈനയുമായി കൂട്ടുചേർന്ന് താലിബാനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. താലിബാന്റെ പ്രമുഖ നേതാക്കൾ 9 അംഗ സംഘം ചൈനയിൽ ഡിസ്കഷന് പോയി, ചർച്ചകൾക്ക് പോയിരിക്കുകയാണ്. അവിടെ വെച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രി യാങ് യിയുമായി അവർ സംസാരിച്ചു. ഇതേ തുടർന്ന് ചൈന ഞങ്ങളുടെ സുഹൃത്തുക്കളാണെന്ന് താലിബാൻ പറഞ്ഞിരിക്കുന്നു. അതോടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി. ഇതുവരെ ഒളിച്ചും പാത്തും പറഞ്ഞിരുന്ന ചൈനയും പാകിസ്ഥാനും താലിബാന് വേണ്ടി പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. താലിബാൻ ഇത്ര വേഗത്തിൽ മുന്നേറുന്നതിൻ്റെ പിന്നിൽ പാക് ഭീകരരും പാക്കിലെ ISIയും പിന്നിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്ന് മാത്രമല്ല, കണ്ടഹറിന് അടുത്തുള്ള സ്പിൻ ബോൾഡോക്കിലെ പാകിസ്ഥാൻ അതിർത്തി അഫ്ഗാനിസ്ഥാനിലെ താലിബാന് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പാകിസ്ഥാൻ വളരെ ശക്തമായി താലിബാൻ ഭരണം അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്ന് വ്യക്തമാകുന്നു. അതേസമയം അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞത്, താലിബാൻ ബലം പ്രയോഗിച്ച് ഭരണം പിടിച്ചെടുത്താൽ താലിബാന്റെ അഫ്ഗാനിസ്ഥാനെ അംഗീകരിക്കാൻ അമേരിക്കയടക്കം ലോക അന്താരാഷ്ട്ര സമൂഹം തയ്യാറാവില്ല എന്ന് തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഇത് രണ്ട് ചേരിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ നിലപാടുകൾക്ക് ഏതാണ്ട് സമാനമായ നിലപാടാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത്. പക്ഷേ താലിബാന്റെ കാര്യത്തിൽ മാത്രം താലിബാനെ തുറന്ന് വിമർശിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. താലിബാനുമായിട്ട് അനൗദ്യോഗിക ചർച്ചകളും നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് കുറച്ചുകൂടി സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് അവിടെ 20,000 കോടി രൂപയുടെ 400 പദ്ധതികൾ ഇന്ത്യ നിയന്ത്രിക്കുന്നു. താലിബാൻ അധികാരത്തിൽ വന്നാൽ അവരെ വല്ലാതെ പിണക്കിയാൽ ഇതൊക്കെ തകർത്ത് കളയുമെന്നുള്ള ഭീഷണിയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താലിബാനുമായിട്ട് വലിയ ബന്ധമില്ലെങ്കിലും അവരെ പിണക്കാതെ നിർത്തിയിരിക്കുകയാണ് ഇന്ത്യ. എന്തായാലും രണ്ട് പക്ഷമായി ചേരി തിരിഞ്ഞു കഴിഞ്ഞു. താലിബാൻ ഇപ്പോഴും മുന്നേറ്റം തുടരുന്നതിനിടെ അവിടുത്തെ കലാകാരന്മാരെയും പ്രമുഖരെയൊക്കെ വധിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാസ്യ കലാകാരന്മാരിൽ ഒരാളായ നാസറിനെ താലിബാൻ പിടികൂടി തട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ വധിച്ച വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. താലിബാന്റെ പെരുമാറ്റത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമൂലമുണ്ടായിട്ടുണ്ട്. ഓക്കെ, പി ജെയിംസ്, നമുക്ക് വളരെ പെട്ടെന്ന് അറിയേണ്ടത് വാക്സിൻ അസമത്വത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരുന്ന് കമ്പനികൾ ഈ ഒരു പേറ്റന്റ് ഒഴിവാക്കണമെന്ന ഇന്ത്യയുടെയും ദക്ഷിണാഫ്രിക്കയുടെയും ആവശ്യം എന്താണ്? കോവിഡുമായി ബന്ധപ്പെട്ട ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ? ലോകമെമ്പാടും കോവിഡ് പടർന്നു പിടിക്കുമ്പോൾ സുജിയ, ഒരു തരത്തിലും വാക്സിൻ കമ്പനികൾ ഇത് തുറന്നു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അവരുടെ പേറ്റന്റ്, പ്രത്യേകിച്ച് അമേരിക്കയിലെയും ജർമ്മനിയിലെയും ബ്രിട്ടനിലെയൊക്കെ പേറ്റന്റ് ലോക രാഷ്ട്രങ്ങൾക്കായി അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആഫ്രിക്ക, ഏഷ്യ പോലുള്ള രാജ്യങ്ങളിലെ പാവപ്പെട്ട രാജ്യങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു. പക്ഷേ എന്ന് മാത്രമല്ല, ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഒരു സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഈ നിർദ്ദേശത്തെ പിന്തുണച്ചതാണ്. പക്ഷേ വാക്സിൻ കമ്പനികളുടെ ഫൈസർ, അതുപോലെ തന്നെ ജർമ്മൻ കമ്പനികൾ ഒക്കെ, മോഡേണയുടെയൊക്കെ കമ്പനികൾ രംഗത്ത് വന്നതോടെ ബൈഡൻ മൗനത്തിലായിരിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. പേറ്റന്റ് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്നാണ് വാക്സിൻ കമ്പനികൾ പറയുന്നത്. അത് പരീക്ഷണത്തിനുള്ള താല്പര്യത്തെയും അതുപോലെ തന്നെ മൂലധനത്തെയൊക്കെ ബാധിക്കുമെന്നും വളരെ ബുദ്ധിമുട്ടിയാണ് തങ്ങൾ വാക്സിൻ ഉണ്ടാക്കിയതെന്നാണ് കമ്പനികൾ പറയുന്നത്. വ്യക്തമാണ് പി ജെയിംസ്. ഏതായാലും ഈ വിഷയത്തിൽ ഒരുപാട് പറയാനുണ്ടെന്നറിയാം. നമുക്ക് രാവിലെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ എന്ന ഷോയിൽ കൂടുതൽ വിശദമായി അന്താരാഷ്ട്ര രംഗത്തെ വാർത്തകൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മുടെ ന്യൂസ് നൈറ്റിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.